ഒരാൾക്ക് പോലും ജോലി ചെയ്യാൻ കഴിയാത്ത ഒരു വരുമാനവുമില്ലാത്ത കുടുംബമാണ് അതിദാരിദ്ര്യ പട്ടികയിൽ വരുന്നത്. 233 രൂപ ഒരു ദിവസം ലഭിച്ചാൽ മാസം 7000 രൂപയാണ് വരുമാനം. അത് ഒരാളുടെ വരുമാനം മാത്രമാണ് ഒരു കുടുംബത്തിലെ. ഈ കണക്ക് വസ്തുതയല്ലതാനും. ഓണറേറിയവും ഇൻസെന്റീവുമായി പ്രതിദിനം 400-നും 500-നും ഇടയിൽ ആശമാർക്ക് കിട്ടുന്നുണ്ട്. അവർ ചെയ്യുന്ന ജോലിക്ക് അതിൽ കൂടുതൽ അർഹിക്കുന്നുണ്ട്. അത് ശരിയാണ്. നിലവിൽ ഇന്ത്യയിലെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആശമാർക്ക് ഓണറേറിയം കൊടുക്കുന്ന സംസ്ഥാനം അത് കേരളമാണ്. കേരളത്തിൽ ആശമാർക്ക് 10,000-നും 15,000-നും ഇടയിൽ വരുമാനമുണ്ട്. ഇതെങ്ങനെയാണ് അതിദാരിദ്ര്യ പട്ടികയിൽ വരിക? ഇന്ന് ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവ് വിളിച്ച വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യം നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. 2 പിണറായി സർക്കാരുകൾ ആകെ നിർമ്മിച്ചു നൽകിയത് വെറും 4,60,000 വീടുകൾ എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. 10 കൊല്ലം കൊണ്ട് ഇവരെ ആകെ പണിതത് 4,60,000 വീടാണ്. ലൈഫ് മിഷനിൽ പണിതത് ആകെ പണിത്. നോക്കൂ, ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് 2016 മെയ് 25-നാണ്. പിന്നെ തുടർഭരണം ഇന്ന് ഒക്ടോബർ 31, 2025. അതായത് പിണറായി സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ട് ഇന്നേക്ക് 3447 ദിവസമായി. പ്രതിപക്ഷ നേതാവ് തന്നെ പറയുന്നു ഇതുവരെ പിണറായി സർക്കാർ നിർമ്മിച്ചത് 4,60,000 വീടുകളാണെന്ന്. അതായത് ഒരു ദിവസം 133 വീടുകൾ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് പിണറായി സർക്കാർ. ഒരു വീട്ടിൽ എത്ര മനുഷ്യരുണ്ടാകും? അച്ഛനും അമ്മയും കുഞ്ഞും മാത്രമുള്ള കുടുംബം തന്നെ നോക്കിയാൽ 400 മനുഷ്യരാണ്. ഇനി മുത്തശ്ശനും മുത്തശ്ശിയുമുള്ള കുടുംബമാണെങ്കിലോ, അതായത് ഒരു ദിവസം 500 പേർക്കെങ്കിലും സ്വന്തമായ കിടപ്പാടം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ് നമ്മുടെ കേരളത്തിൽ.